ഹായ് ഫ്രണ്ട്സ്, സുബിൻ ടെക് കൺഫ്യൂഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നോക്കാൻ വന്ന് മാറുന്നില്ല കേട്ടോ. നമ്മളൊരു 4 വർഷമായിട്ടുള്ള ഉപയോഗിക്കുന്നൊരു ഹാവൽസിൻ്റെ ഫാനാണ്. ഫാനിൽ ബെയറിങ്ങിൻ്റെ എന്തോ പ്രശ്നമാണ് തോന്നുന്നു. ഫുള്ളായിട്ട് സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ബെയറിങ്ങിൽ നമ്മൾ എന്താണ് അഴിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളിപ്പോൾ വയർ അഴിച്ച് ഫാൻ ഒന്ന് അഴിക്കാനുള്ള പരിപാടിയാണ്. ഫുള്ളായി അഴിച്ചിട്ടുണ്ടോ, അഴിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ബെയറിങ്ങിലാണോ പ്രശ്നം അല്ലെങ്കിൽ ബെയറിങ് മാറ്റണോ എന്ന് നോക്കാനാണ്. അപ്പോൾ നമ്മൾ അഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഴിച്ചതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാനും നമുക്കറിയണം. അഴിച്ച ചെറിയ ചെറിയ പാർട്സുകളാണ് നമ്മൾ ഫാനിൽ ഉള്ളതൊക്കെ. അപ്പോൾ അഴിക്കുന്ന സമയത്ത് അതൊക്കെ വളരെ സൂക്ഷിച്ചൊരു കവറിലാക്കിയിട്ട് ശ്രമിക്കുക. വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിൽ കേട്ടോ. നമ്മൾ ഓൾറെഡി വേറൊരു സീലിംഗ് ഫാനിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ക്രോപ്റ്ററിൻ്റെയാണ്. അത് അത്യാവശ്യം ഇതേപോലെ ബെയറിങ് അത്യാവശ്യം പോയ പോലെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നോക്കുമ്പോൾ ഗ്രീസ് ഇട്ടപ്പോൾ ശരിയായി. ഇതിപ്പോൾ അത്യാവശ്യം 4 വർഷമായിട്ടുള്ളൂ, പുതിയ ഫാനാണ് കേട്ടോ. എന്നിട്ട് തന്നെ നല്ല സൗണ്ട് നമുക്ക് ഇത് ഹാളിലുള്ള ഫാനാണ്. നമ്മൾ ടി വി ഒക്കെ കാണുന്ന സമയത്ത് ടി വിയിൽ എത്ര സൗണ്ട് വെച്ചാലും കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അഴിക്കുന്നത്. അപ്പോൾ അഴിക്കുമ്പോൾ അത്രയും സ്ക്രൂകളുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലാരെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിലത് കണ്ട് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിക്കുക. സ്ക്രൂകളൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ച് കിട്ടുന്നതല്ല. അപ്പോൾ പിന്നെ അതേപോലെ കടയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പാർട്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ നോക്കി പതിയെ അഴിക്കുക. അതുകൊണ്ട് നമ്മൾ അഴിച്ചെടുത്തപ്പോൾ നമ്മുടെ ബെയറിംഗ് എല്ലാം പക്കയാണ് കേട്ടോ. ഉള്ളിലുള്ള ബെയറിംഗ് എല്ലാം പക്കയാണ്, അതിലൊന്നും പ്രശ്നമില്ല. എന്താണ് നമ്മളതിപ്പോൾ 4 വർഷം മുമ്പുള്ള ഫാനിൻ്റെ കമ്പനി തരുമ്പോഴുള്ള എല്ലാ ഗ്രീസും അത് കാര്യമാണ്. അത് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതൊക്കെ പഴകിപ്പോയി ഉള്ളിൽ ഒരുമാതിരി തുരുമ്പ് പോലുള്ള ഗ്രെയിൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം സൗണ്ട്. അപ്പോൾ നമ്മളത് ബെയറിങ്ങില്ല, ഉള്ളിലുള്ള ബെയറിങ്ങില്ല നമ്മൾ ഉള്ളിലുള്ള മറ്റേ തിരിയുന്ന ബെയറിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അതിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളത് അഴിച്ചെടുത്തിട്ട് പെട്രോളിലോ അല്ലെങ്കിൽ ഡീസലിലോ ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ പിന്നെ പുതിയ ഗ്രീസ് ഉപയോഗിച്ച് തേച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഓട്ടി നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ള പൊടികളൊക്കെ ക്ലിയറായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്, ഗ്രീസും പഴയ ഗ്രീസും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് അഴിക്കാനൊരു മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ പല മെത്തേഡുകളുണ്ട്. നമ്മൾക്ക് വേറെ അതിൻ്റെ മേലത്തെ ടോപ്പിലെത്തിയാകുമ്പോൾ പെട്ടെന്ന് അഴിച്ചാൽ കിട്ടും. വേറൊരു ഭാഗത്തു നിന്നുള്ളത് അഴിച്ചാൽ കിട്ടത്തില്ല. അത് നമ്മൾ ഉള്ളിൽ നമ്മളിപ്പോൾ സാധാരണ സമയത്ത് എല്ലാവരും അതിൻ്റെ ടൂൾസ് ഉപയോഗിച്ച് അഴിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മെഴുകുതിരി ഉള്ളിൽ പ്രസ് ചെയ്ത് കൊടുത്താലും ബെയറിങ് അത് പൊന്തി വരും കേട്ടോ. ഇത് നമ്മുടെ കപ്പാസിറ്റർ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ക്രോപ്റ്ററിൻ്റെ ഫാന് വാങ്ങുമ്പോൾ ഉള്ള സമയത്തുള്ള ക്രോപ്റ്ററിൻ്റെ കപ്പാസിറ്ററാണ്. അത് നമ്മളതും അഴിച്ചെടുക്കുകയാണ്. പക്ഷേ ഇപ്പുറത്തെ ഭാഗത്തും കൂടെ നമുക്ക് അഴിക്കാനുണ്ട്. 2 സൈഡത്തുള്ള ബെയറിങ്ങും അഴിച്ച് ഗ്രീസ് ഇട്ടാലും മാത്രമേ നമുക്ക് സൗണ്ട് ക്ലിയർ ആവത്തുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഈ ഭാഗത്തേക്കും കൂടെ തട്ടി അഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിടയിലാണ് കിടക്കുന്നത്. അതിലും ഇതേപോലെ തന്നെ നല്ല എന്താ പറയുക, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, കറുപ്പല്ല ബ്രൗൺ കളറിലുള്ള തുരുമ്പിൻ്റെ കറ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം പുതിയ ഗ്രീസാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടി വാങ്ങിച്ചാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം എന്നാണ് പ്ലാന്. നമ്മൾ കൈകൊണ്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോത്തോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഏതെങ്കിലും എടുത്തിട്ട് അതുകൊണ്ട് അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഇടുന്ന സമയത്തൊക്കെ നമ്മുടെ കോയിലൊന്നും ആവാത്ത ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. കോയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ആവാൻ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോയിലൊന്നും നമുക്ക് ഒരു വർക്കും ഇല്ല, കോയിലൊന്നും തൊടേണ്ട ആവശ്യമില്ല. നമുക്ക് ബെയറിങ്ങിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പുറത്തുള്ള മുടിയിലുള്ള തട്ട് അഴിച്ചപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്കും കൂടെ അഴിച്ചെടുക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഒത്തിരി ഗ്രീസ് കൂടിയതുകൊണ്ടാണ് ഉള്ളിലേക്ക് വന്നത് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ. ഇതിപ്പോൾ ഇതിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്. പക്ഷെ അതിങ്ങനെ തേച്ച് കൊടുത്തിട്ട് പോരാ കേട്ടോ, അത് അഴിച്ചെടുക്കണം എന്നാണ് ശരിക്കും. അതാണ് എൻ്റെ മെത്തേഡ്. അഴിച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ ഡീസലൊക്കെ അഴിച്ച് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാൻ ഓടുന്ന സമയത്ത് നല്ല സ്മൂത്തായിരിക്കും. നമ്മളതിപ്പോൾ റിസ്ക് എടുക്കാൻ നിൽക്കാത്തതുകൊണ്ടാണ് അതങ്ങനെ അഴിക്കാത്തത്.
2 സൈഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പിന്നെ അഴിക്കുന്ന സമയത്ത് കോയിലിടുന്ന ഭാഗത്തും കറക്റ്റായിട്ട് നോക്കുക, കറക്റ്റായിട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് അടച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ സെപ്പറേറ്റാണ് ഓടി ചെയ്യുന്നത്, ഈ സമയത്ത് ഓടി ചെയ്താൽ ക്ലിയർ ആകത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഓൾറെഡി നമ്മൾ ഫാനിൻ്റെ ഇതേപോലെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഇത് കണ്ടിട്ട് മനസ്സിലാകാത്തവർ അതും കൂടെ ഒന്ന് കാണാൻ നോക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം തിരിയുന്നുണ്ട്, കോയിലിട്ടിട്ട് നമ്മളിപ്പോൾ കപ്പാസിറ്ററൊക്കെ പഴയ പോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കപ്പാസിറ്ററിലേക്കുള്ള ഫാനിലേക്കുള്ള വയർ, മേലേക്കുള്ള വയറാണ്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് അഴിച്ച സമയത്ത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി, അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാൻ മതി കേട്ടോ. നമ്മൾ എർത്ത് മാറാണ്ടിരുന്നാൽ മതി, അത്ര ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നും, ബാക്കി കാര്യം പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ നന്നായി ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫിറ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് പ്ലാന്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഫാനിൻ്റെ വയറൊക്കെ വളരെ നൈസായിട്ടുള്ള കോയിലിങ്ങാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിക്കുക, പെട്ടെന്ന് വയറൊക്കെ മിസ്സായി പോകാൻ ചാൻസ് കൂടുതലാണ്. നീട്ടവും കമ്മിയാണ് കേട്ടോ. വീഡിയോ ഓഡിയോ നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി നമുക്ക് ത്രോട്ടിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്, തൊണ്ടയിൽ പനി കഴിഞ്ഞുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ടിൽ ചെറിയ മാറ്റം ഉണ്ടാകും, ക്ഷമിക്കുക. അപ്പോൾ നമ്മളത് അത്യാവശ്യം ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള അടിയത്തുള്ള കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. എന്താണ് അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പഴയ സാധനങ്ങളെല്ലാം അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഫാൻ ഓടുമ്പോൾ സമയത്ത് നമ്മൾ ബെയറിംഗ് ഇട്ടിട്ട് ബെയറിങ്ങെല്ലാം ഗ്രീസ് ഇട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് എന്താണ് സൗണ്ട് വിചാരിക്കും. പക്ഷേ സൗണ്ടിൻ്റെ കാര്യം ചിലപ്പോൾ അതിലേതെങ്കിലും ഫിറ്റിങ്ങിൻ്റെ ലൂസ് ഉണ്ടെങ്കിലും സൗണ്ട് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഫാനല്ലേ ഓടുന്ന സമയത്ത് പെട്ടെന്ന് അഴിഞ്ഞു വീടാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായി ഫിറ്റ് ചെയ്യുക. പിന്നെ അത് പ്രത്യേകിച്ച് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വെളിയിലുള്ള ജോയിൻറ്റ്സൊക്കെ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ടേപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളത് ടേപ്പ് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ തന്നെ. അതുപോലെ ലീഫുകളും നമ്മൾ അതായത് എടുത്ത ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ലീഫ് അഴിക്കുന്ന സമയത്ത് ഞാൻ നമ്പറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ, മാറിപ്പോകേണ്ട പറഞ്ഞിട്ട്. അതേപോലെ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് അഴിക്കുന്നത് അതിൻ്റെ നേരിട്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 1-ന് 1, 2-ന് 2, 3-ന് 3 പറഞ്ഞിട്ട് ചുമ്മാ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലോ കമ്പനി സെറ്റ് ചെയ്തിട്ട് വരുന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടിയത്തുള്ള നമ്മുടെ പൈപ്പിൻ്റെ സ്ക്രൂ ആണ്. ഇത് സേഫ്റ്റി പിന്നാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ഫാൻ ഉപയോഗിച്ചിട്ട് എല്ലാ ബോൾട്ടുകളും മുറുകിയ ശേഷം സേഫ്റ്റി പിന്നും കൂടെ വെച്ചിട്ട് വേണം മേലെ കയറ്റാൻ കേട്ടോ. അഥവാ ബോൾട്ട് ലൂസായാലും സേഫ്റ്റി പിന്നുള്ളതുകൊണ്ട് നമുക്ക് അതിൽ വന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പിന്നെ ഇതുണ്ട്, അതിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാമ്പിൽ ഹൂക്കിൽ റബ്ബർ ബുഷ് എന്തായാലും വേണം. അത് കമ്പനി തരുന്നതാണ്. ഇല്ലാത്തവരുണ്ടെങ്കിൽ റബ്ബർ ബുഷ് വെക്കുക. എന്ന് വെച്ചാൽ ഓടി നമ്മുടെ കമ്പി തന്നെ ചിലപ്പോൾ മിസ്സാവാൻ തേഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ റബ്ബർ ബുഷൊക്കെ കമ്പനിൻ്റെ സാധനം അങ്ങനെ അതേപടി തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ശേഷം ഇപ്പോൾ നമ്മൾ ഗ്രേസൊക്കെ ഇട്ട് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ കണ്ടീഷൻ നമുക്ക് ഓട്ടി നോക്കിയാലേ അറിയത്തുള്ളൂ. വയറിങ്ങൊക്കെ അതേപോലെ തന്നെ കേട്ടോ. ചുവപ്പും ബ്ലാക്കും കൂടി, പിന്നെ നമ്മൾ ഒരു ബ്ലൂവും ഒരു ബ്ലാക്കുമാണ് വരുന്നത്. ഇതാണ് നമ്മളുള്ള വയറിങ്. ഒരു എർത്തും ഒരു ന്യൂട്രും അത് കറക്റ്റായിട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മളതുപോലെ തന്നെ ഇൻസുലേഷൻ ടൈപ്പൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ചിലപ്പോൾ മുട്ടാൻ ചാൻസ് കൂടുതലാണ്. എർത്തടിച്ച് പിന്നെ അതിലും കപ്പാസിറ്റർ എല്ലാം പോകും. അതൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ കപ്പ് കപ്പിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്. ഓടുന്ന സമയത്ത് നല്ല ക്രാഷായിട്ട് മുട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവിടെ ഒരു ബോൾട്ടുണ്ട്, അത് ബോൾട്ട് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫാന് അത്യാവശ്യം ഇപ്പോൾ നിങ്ങൾക്ക് ഓഡിയോയിൽ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം, സൗണ്ട് ഇല്ലാണ്ട് വളരെ സൈലൻ്റായിട്ട് കൊടുക്കുന്നു. പുതിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.